കാന്തല്ലൂരിലെ അക്രമകാരികളായ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടി അല്ലെങ്കിൽ ആ ദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന ആ നിലയിലാണ് ഇപ്പോൾ കാട്ടാനകൾ ഈ തമ്പടിച്ചിരിക്കുന്നത്. ഇതൊരെണ്ണമല്ല, അതിനുകൂടെ വേറെ കാട്ടാനകളുണ്ട്. 3 ആനകളെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ പ്രത്യേക സംഘം അവിടെ നിന്ന് തുരത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇതിലൊരു ആനത്താരയുണ്ട്. ആ വഴി കറക്റ്റായി കൊണ്ടുപോയി നേരെ ഈ മറയൂർ വനം കടന്നതിന് ശേഷം നേരെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. അതൊരു ദിവസം കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ സാധിക്കില്ല, തീരില്ല, പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആനകളെ തുരത്തിക്കൊണ്ട് പരമാവധി കൊണ്ടുപോവുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആനകളെ കാന്തല്ലൂർ ഭാഗത്തുനിന്ന് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ഈ കാട്ടാനകൾ ഉള്ളത്. നേരത്തെ അവിടെ ഇപ്പോൾ ഈ ശബ്ദം കേട്ട പോലെ തന്നെ ഇങ്ങനെ പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിശയിലേക്ക് പോവുകയാണ്. എതിർ ദിശയിൽ ഏതെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ ആ ആനകൾ വീണ്ടും തിരിച്ച് വന്ന വഴി തന്നെ വരുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ പ്രത്യേക ടീമാണ്. അവർ അത് കൃത്യമായിട്ട് ആനയെ നിരീക്ഷിച്ച് അവരുടെ പിന്നാലെ തന്നെ പോയി കൃത്യമായ റൂട്ടിൽ ഇതിനെ ചിന്നാർ വനമേഖലയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ഈ ദൌത്യം അവസാനിക്കുന്നതല്ല, കുറച്ച് ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളത് ഡിഎഫ്ഒ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്തായാലും പരമാവധി ആനകളെ എത്രയും വേഗം നേരത്തെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് വനം വകുപ്പിന്റെ ഒരു തീരുമാനം. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.